കന്യാകുമാരി മുതൽ വടക്കൻ സിക്കിം വരെയുള്ള ദൂരം 3200 കിലോമീറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഗ്ഡോഗ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാനത്തിലോ ട്രെയിനിലോ വരാം. വഴിയിൽ അത്തരം 2 തുരങ്കങ്ങൾ നിങ്ങൾ കാണും. പാലം കടന്ന് സിക്കിം ചെക്ക് പോസ്റ്റ് കാണുക. ഇന്ത്യക്കാർക്കായി സർക്കാർ നൽകുന്ന ID കാർഡ് പരിശോധിക്കുക. നിങ്ങൾ വടക്കൻ സിക്കിം സന്ദർശിച്ചാൽ സിക്കിമിനെ ഭൂമിയുടെ സ്വർഗം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ടീസ്റ്റ് നദി റോഡിന്റെ അരികിലൂടെ ഒഴുകുന്നു. ഞാൻ സിക്കിമിലെത്തി. നിങ്ങൾക്ക് ചുറ്റും നമ്മുടെ കേരളം പോലെ മനോഹരമായ മലയോര പ്രദേശങ്ങൾ കാണാം. ഞാൻ വടക്കൻ സിക്കിമിലെത്തി. വടക്കൻ സിക്കിമിലേക്കുള്ള വഴിയിൽ 2 മുതൽ 3 വരെ വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഇവിടെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാം. കുറച്ചുകൂടി കയറിയാൽ 2 വെള്ളച്ചാട്ടങ്ങൾ കൂടി കാണാം. ഇവിടെ താപനില 10 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. സീറോ പോയിന്റിൽ നിന്ന് 59 കിലോമീറ്റർ അകലെയാണ് ലാച്ചുങ്. വീണ്ടും ഒരു കുന്നിൻ പാത. രാവിലെ സൂര്യപ്രകാശത്തിൽ കുന്നിൻ മുകളിൽ കാണാൻ വളരെ നല്ലതായിരിക്കും. ഇവിടുത്തെ കുന്നുകൾ മിക്കവാറും വരണ്ടതാണ്. വിശാലമായ പ്രദേശത്ത് മലകളും കുന്നുകളും മാത്രമേ കാണൂ. കുന്നിൻ മുകളിൽ 1-2 സ്ഥലങ്ങളിൽ ചെറിയ മരവീടുകൾ കാണാം. അവയിൽ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ജോലികൾ നടക്കുന്നു. വെളുത്ത മലനിരകൾ കാണാൻ നല്ല രസമായിരിക്കും. സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും നിരവധി സഞ്ചാരികൾ എല്ലാ വർഷവും ഇവിടെ എത്തുന്നു. മലയുടെ മുകളിൽ നിങ്ങൾ ചൂടുവെള്ള സ്പ്രിംഗ് സ്ഥലം കാണും. ഇവിടെ നിങ്ങൾ ഒരു കിണർ കാണും. അവിടെ നിങ്ങൾക്ക് കുളിക്കാം. നിങ്ങൾ മുന്നിൽ 0 പോയിന്റ് കാണും. നിങ്ങൾക്ക് ഇവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാം. കടയിൽ മദ്യം വിൽക്കുന്നു. ലച്ചുൻ നദി കുന്നിന് മുകളിലൂടെ ഒഴുകുന്നത് നിങ്ങൾ കാണും. വിനോദസഞ്ചാരികൾ ഫോട്ടോയെടുക്കുന്ന നദിയോട് ചേർന്ന് ഒരു മരം പാലം നിങ്ങൾ കാണും. സ്നോ നദിയുടെ ഏറ്റവും മനോഹരമായ പരിസ്ഥിതി നിങ്ങളെ ആകർഷിക്കും. മഞ്ഞു നദിയും ദൂരെയുള്ള പർവ്വത പ്രദേശവും നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും.
മുന്നിൽ ജംതാംഗ് താഴ്വരയുണ്ട്. അവിടെ നിങ്ങൾക്ക് വെള്ള തുണി കൊണ്ടുള്ള നിരവധി തൂണുകൾ കാണാം. അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം നൽകും. മുന്നിൽ ജംതാംഗ് താഴ്വരയുണ്ട്. അവിടെ നിങ്ങൾക്ക് വെള്ള തുണി കൊണ്ടുള്ള നിരവധി തൂണുകൾ കാണാം. അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം നൽകും. നന്ദി.